വള്ളി എടുക്കുന്ന വഴികൾ നോക്കിയാണ് അണ്ടി പിടിക്കാനായിട്ട്. 2 വെഹിക്കിൾ കീ വരെ എടുത്തോണ്ട് ഓടി. ചായ കാപ്പി എടുത്തിട്ടോടാ. തീട്ടോടെ അവിടെ പേരെന്താ? എന്റെ പേര് കൊമ്പായ കൊമ്പാച്ചൻ. അപ്പൊ ഈ ലെഫ്റ്റിക്കുന്ന ആരാണ്? അത് അണ്ടിമുക്ക് മോഹനൻ. ലീഡർ ഇവിടെ നമ്മുടെ ഒരു പമ്പുണ്ട്. ഇവിടെ ഒരു പമ്പുണ്ട്. ഇത് കണ്ടോ ലെഫ്റ്റ് സൈഡില്? എന്തിനാണ് അവന്റെ വണ്ടി കൊണ്ട് ചിടിച്ചത്? ലെഫ്റ്റ് സൈഡില് അവനിപ്പോ ഇടിച്ചാ ഹലോ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല. എന്താണ് നിങ്ങൾ വന്ന് വണ്ടിക്ക് ഇടിക്കണതിനാണ്? എന്താ അറിയാണ്ട് പറ്റണേ? ചെറുതായിട്ട് തട്ടിയല്ലോ ഉള്ളത്. വേറെ ഒന്നും ചെയ്തില്ലല്ലേ? അറിയാതെ തട്ടിയതാ. റോഡ് ഉണ്ടായിട്ട് നീ കറക്റ്റ് നമ്മള് ഇവിടുന്ന് പമ്പ് നോക്കി വരായിരുന്നു, മനസ്സിലായി? അപ്പൊ പമ്പിന്റെ നോക്കി വന്നപ്പോ നിങ്ങളെ വണ്ടി കണ്ടില്ല, അതാണ് സംഭവിച്ചത്. കേട്ടോ, നീ തട്ടിയതല്ലേ? നീ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഇത്ര വലിയ എന്നാ പിന്നെ അണ്ണന്റെ തോക്കില്ലേ വാണിഫയറൊക്കെ തരുന്നത്? കൂടുതൽ വർത്താനത്തിനൊന്നാണല്ലോ. ഹലോ ഞാൻ വെടിയിച്ചില്ല. ഇതെന്താ ചെയ്യണ്ടേ? മുണ്ടച്ചിളക്കെ വന്ന് വള്ളി എടുക്കുന്ന വഴികൾ നോക്കിയാണ് അണ്ടി പിടിക്കാനായിട്ട്. വൈര് എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കടാ. ഒരു ദിവസം വന്നതേ ഉള്ളു, അതിന്റെ ഇടയിൽ ഒരു കുണ്ടകളാ, അതിന്റെ ഇടയിൽ വള്ളി പറയുമായിട്ട് വരും. എന്തിന് ഇത് വണ്ടി തട്ടിയൊക്കെ ഇത് വല്ലാത്ത കടിയാണ് ഇതൊക്കെ. എസ് ആർക്കൊക്കെ മണ്ടനാണ് അവിടെ ഹെൽമെറ്റ് വണ്ടി വെക്കാതെ അതൊന്നും അടിക്കുന്നു. അതിന്റെ ഇടയിൽ എന്റെ ഒരു കണ്ണുണ്ടെന്നോ? എന്റെ ഒരു അണ്ടി കണ്ണല്ല അണ്ടി. എന്തിനും ഇത് കാണാ ബ്രോ? ഇത് കാണാൻ വയ്യ ബ്രോ ഒന്ന്? ഹലോ ബ്രോ, നമ്മള് വീഗാലിന് ടൂർ കൊണ്ടുപോകണ്ട, ഇച്ചിരി നടങ്ങിയിരിക്കും. ഓക്കെ ബ്രോ. പേരെന്താണ് ബ്രോ നിങ്ങളുടെ? പൂക്കാച്ചിയെ? ബാക്കിയുള്ളവരുടെ പേരെന്താണ് ബ്രോ? ഹലോ ബ്രോ, കേക്കാമോ? ഹലോ, ബാക്കി ആർക്കും കേട്ടൂടെ? പൂക്കാച്ചിക്ക് മാത്രമേ കേൾക്കാവുള്ളൂ ബ്രോ. ഹലോ, ഒരാൾ ചത്തെടുക്കല്ലേ? നാസ് വീഡിയോ സാറാണ്. നാസൊന്നുമല്ല, പൂക്കാച്ചിയുടെ മാത്രമേ സംസാരിക്കുള്ളൂ, ബാക്കിയുള്ളവരും മിണ്ടത്തില്ലേ? ഹലോ, നല്ല ബ്രോ, അതല്ലേ നമ്മള് സംസാരിക്കല്ലേ, നിങ്ങളല്ലേ തോക്കെടുത്ത് വെടിവെക്കാൻ പറ്റുന്നത്? എന്നെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് പറയൂ. ഹലോ, കേക്കാമോ? അപ്പൊ ഞാൻ കാരോട്ടെ, ഞാനിവിടെ കുറെ താക്ക് ശേഷം സിറ്റിയിൽ വരുന്നത്. എനിക്കിവിടെ വെച്ചല്ലേ ഇവിടെ ഉള്ള ഇവരായിട്ട് ആകെ കുറച്ചുപേരെ അറിയാവുന്ന അവരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരോട് നടന്നത്. അത് എനിക്ക് ഇതിലില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ബ്രോ, നമ്മള് വള്ളി എടുക്കാനോ അങ്ങനത്തെ മൈൻഡ് നടന്നതൊന്നുമല്ല. നമ്മള് മനസ്സിലല്ലേ, സിറ്റിയിൽ വന്നോണ്ട് കുറെ ശേഷം കാണാനായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് വന്നതാണ്. അപ്പോഴാണ് നിങ്ങൾ വന്ന് ഈ പിറ്റിങ് എന്ന് പറഞ്ഞിട്ട് ഇതാവുന്നത്. ഇതെന്ത് ബ്രോ? ഞാൻ ഓടത്തൊന്നുമില്ല, എയിം ചെയ്യണ്ട, ഞാൻ ഓടത്തൊന്നുമില്ല. ഹലോ ബ്രോയുടെ പേരെന്താ? ഈ മാസ്ക് ഇട്ടുള്ള പൂക്കാച്ചി അല്ലാതുള്ള ബാക്കിയുള്ള പേരെന്താ? ഹലോ ബ്രോ, പേരെന്താ?
ഇവിടെ സുഗുണന് ബ്രോ എന്താ സംസാരിക്കത്തില്ലേ ബ്രോ? നിങ്ങൾക്ക് എന്തിനു വേണം അത് പറ, ഒന്ന് പറയോ? ഇല്ലെങ്കില് ബ്രോ ഇത് സൂപ്പർ ബ്രോ, സൂപ്പർ 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 കൊള്ളാം. എന്താ വേണ്ട അത് പറ. ഡിമാൻഡ് എന്തോ നിങ്ങൾക്ക് എന്താ വേണ്ട? വാരി തപ്പണം കേട്ടോ. കുണ്ണേൻ്റെ ഇടയിലിട്ട് തെരുവ് മയിരെ അതിനെ കണ്ടി കിട്ടും കുണ്ടച്ചി. ആരെങ്കിലും ഒന്ന് കൈവക്കാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് തിരുവിക്കോണം ഇതിൻ്റെ ഇടയിൽ. ആ അല്ല ഞാൻ ഇവിടെ അല്ലാതെ പറഞ്ഞു. സോറി ലീക്കായതാ. എന്താ ഉണ്ട് കിട്ടിയ എൻ്റെ ഫുഡും വാട്ടറും ഉണ്ട്. അതുകൊണ്ട് എടുത്തുണ്ടോ ഉണ്ണ 2 വെഹിക്കിൾക്ക് വരെ എടുത്തോണ്ട് പോണു. എന്ത് അണ്ടി പൈരിത്? ചായ കാപ്പി എടുത്തിട്ടോട്ടാ. ഇത് തീട്ടോടെ. ഓഹോ അയ്യോ. ആ ഒരു 99 ശരി ഇരിപ്പുണ്ട്. അതിപ്പോ എടുത്തോണ്ട് പോകുന്നു. എടുത്തില്ലല്ലേ? എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഓരോ സംസാരിച്ചൂടെ? ഓരോ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഹലോ, കൂട്ടത്തിൽ ഒരാൾ ചത്തുപോയാ? ഹലോ, അതാരും മിണ്ടത്തില്ലേ ബ്രോ? ഇതാരും മിണ്ടത്തില്ലേ നിങ്ങളാരും? വയലൻസാ വോളൻസ്. വോളൻസ്. ഓക്കെ ബ്രോ. അല്ലേ ബ്രോ ഞാൻ ചോദിക്കുന്നതിന് സാത്താന് DBS ഉള്ളതാ. ഹലോ ബ്രോ. ആ അല്ല കൂടുള്ളവന് ഭയങ്കര കുഴപ്പമായിരുന്നല്ലോ ബ്രോ. നമുക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നേ ഇത്ര നേരമായിട്ടും. ഇപ്പഴാ റെഡി ആയത്. കൂടെ ഉള്ളവര് കഴപ്പായിരുന്നു. ആ കൂടുള്ളവന് എന്താ ബ്രോ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ സോറി അറിഞ്ഞൂടെ? ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഇവിടെ. നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നിങ്ങളെ കൂട്ടത്തിലുള്ളവരാണ് എടുത്ത് തോക്കെടുത്ത് വെടിവെച്ചത്. ഇല്ല അവൻ പറഞ്ഞത് കേസ് കൊടുക്കാൻ പറഞ്ഞൊക്കെ അവൻ കൊണ്ട് കൊണയടിച്ചത്. പിന്നെ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കൂടുള്ളവൻ തെറി വിളിച്ചു ബ്രോ. ബ്രോ തെറി വിളിച്ചത് അവനെ നിങ്ങൾ കൊന്നു. ഞാൻ എന്തിരിക്കണം ഇപ്പൊ അതിന്റെ അകത്ത്? എനിക്ക് അവരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ സിറ്റിയിൽ കുറെ ആക്കി ശേഷം വന്ന എനിക്ക് ഇതിന്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റും. അതിപ്പോ കുറെ ആൾക്ക് ശേഷം വന്നെന്ന് പറഞ്ഞാൽ അതിപ്പോ നമ്മുടെ കൺസേൺ അല്ലേ ബ്രോ? അത് ഇത്ര നാളും എന്താ വരാന്നുള്ള നമ്മുടെ കൺസേൺ അല്ല. അച്ഛനാ നമ്മുടെ അടുത്ത് അവൻ എങ്ങനെയാണ് നമ്മുടെ ഗ്യാങ്ങില്? ബ്രോയുടെ മോനാണ്? അല്ല ബ്രോ, എന്റെ മോനല്ല ബ്രോ. വലിയ ചോദ്യം ഒന്നും വേണ്ട. ഇവിടുത്തെ അടിച്ചു കൊന്ന് ഇവിടെ ഇടുവേ. ഒറ്റ ഒരുത്തം പോലും ഇവിടെ ചോദിക്കാൻ വരത്തില്ലേ? പേടിച്ചു ബ്രോ ഓക്കേടാ. ഇത് ശബ്ദം അവന്റെ സംസാരം എങ്ങനെയാണ്? ജനിച്ചു വന്നിട്ട് അങ്ങനെയാണ് ബ്രോ. കളിയാക്കില്ല അവനെ കളിയാക്കി കഴിഞ്ഞാൽ അടിച്ചിവിടെ കൊന്നിടും. സോറി ഇല്ല കളിയാക്കിയല്ല ബ്രോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ സൗണ്ട് മനസ്സിലല്ലേ? സാധാരണ നമ്മളിങ്ങനെ ഇതൊക്കെ വരുമ്പോ ബ്രോ ഇച്ചിരി സൗണ്ട് ഒക്കെ ഇത്തിരി ബ്രോനെ പോലെ ഇച്ചിരി കട്ടിയുള്ള ശബ്ദമല്ലേ ഇത്? ഒരുമാതിരി ഒരു അങ്ങനെ പേടി തോന്നുന്ന ശബ്ദമായിട്ട്. നമ്മുടെ ലീഡർ നിങ്ങൾ അപ്പൊ ബ്രോ അല്ലായിരുന്നോ ലീഡർ? അല്ല ഞാൻ കോലീഡർ. ലീഡർ ബ്രോയുടെ പേരെന്തായിരുന്നു? സാത്താനല്ലേ? അല്ല എന്റെ പേര് കൊമ്പായ കൊമ്പാച്ചനാ? അപ്പൊ ഈ ലെഫ്റ്റ് ആരാണ്? അത് അണ്ടിമുക്ക് മോഹനൻ. അപ്പൊ ഈ ഇത് എന്തിന് മൂക്കാച്ചി? അപ്പൊ ലീഡറിന്റെ പേരെന്താണ്? സോമനാ? ലീഡറിന്റെ പേര് സോമൻ എന്നാ? ഫാമിലിയുടെ പേരെന്താ? ഫാമിലിയുടെ പേര് ദ ഗ്രേറ്റ് അടികൊള്ളീസ്. ഓ TGA. ഓക്കെ ഇല്ലേ? ഓക്കെ ഇതാര്? ചുളുവിലൊക്കെ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? ഇല്ല എനിക്കറിഞ്ഞൂടെ ഇതാരെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ ആരാന്തോ ബ്രോ. ഞാൻ എന്റെ ഫോൺ പോലും ഇല്ല. പിന്നെ ഞാൻ എന്തിനെടുത്ത് വെച്ചിട്ട്
ബ്രോ ഞാൻ കാര്യം പറയട്ടെ ബ്രോ, ആ പുള്ളിയുടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണേ ബ്രോ, സീരിയസ് ആയിട്ടൊക്കെ ചിരി വരും. അല്ല അത് ബ്രോ ചിരിക്കാനാ, ഇവിടെ സർക്കസ് നടത്തല്ലേ ബ്രോ. അല്ല ബ്രോ ചിരിക്കുന്ന കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ബ്രോ ചിരിക്കുന്ന കേട്ട് പറഞ്ഞേക്കാം. എടാ മോഹന, നിനക്കെന്തിനും സംസാരിക്കാനുണ്ടോ? എന്തിനും പറയണ്ട, രണ്ട് ഇത് പറ, എന്ത് കൊണായാലും പറ. ബ്രോ ലീഡർ വന്ന് സോമൻ വന്ന്. എടാ ഹലോ, സോമണ്ണ സംസാരിച്ചു. എന്റെ പേരാ, പേരെന്താണ്? എന്റെ പേര് സരക്കിടാൻ. ശരക്കിടാൻ. ശരക്കാലോ അറിഞ്ഞിട്ട പേരാണോ? അല്ല കുടുംബമൊന്നുമില്ലേ? ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? ഇല്ല ബ്രോ, ആരുമില്ല. എനിക്ക് ഇവിടെ ഞാൻ ഫാമിലി അല്ലേ, എമറല്ലേ. ഞാൻ ഇന്ന് കുറെ നമുക്ക് സിറ്റിയിലോട്ട് ഇങ്ങനെ വന്നേ. എനിക്ക് കുറച്ച് കൂട്ടുകാർ മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ലാതെ അങ്ങനെ. സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? സുഹൃത്തുക്കളായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ TV എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്, അറിയാമോ? അറിയില്ലല്ലേ? അറിയത്തില്ലല്ലേ? ബ്രോയ്ക്ക് പിന്നെ അറിയുന്ന ഫാമിലി തന്നെയാണ്. എനിക്കാകെ ഇപ്പൊ ബ്രോയ്ക്കാകെ അറിയുന്ന ഇപ്പൊ ഇത് ഗ്രേറ്റ് അടികൊള്ളീസ് എന്ന് പറയുന്ന ഇവരെ മാത്രമേ അറിയാവൂ അല്ലേ? അല്ലല്ല, ഞാൻ TJ-യിലാണ്. ഞാൻ TJ ഫാമിലിയാണ്. ഇത് അഞ്ചാം കാല്, ഇത് ഞങ്ങളുടെ അഞ്ചാം കാലാണ്. ഈ മഞ്ഞ അവന്റെ പേര് പൂക്കാച്ചി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അഞ്ചാം കാലം എന്താ വിളിക്കുന്നത്? ഞങ്ങൾ ഗ്യാങ്ങിലുള്ളവന്മാർ അഞ്ചാം കാലം വിളിക്കുന്നത്. എന്തായാലും വേറെ അറിയണം? എനിക്കെന്തിനാ എന്ന് പറയണ്ട ബ്രോ, അല്ല ഇങ്ങോട്ട് ചോദിക്കുന്നത്, ഞാനല്ലേ അങ്ങോട്ട് വെച്ചത്. ഓക്കെ, ബ്രോയ്ക്ക് കൂട്ടുകാരെ വിളിക്കാനൊരു അവസരം ഞാൻ തരാം. എനിക്ക് ബ്രോ കൂട്ടുകാര് വിളിക്കാനെന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞേ, എനിക്കിവിടെ അങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ല ബ്രോ. ഞാൻ ആരെ വിളിക്കാൻ? അല്ല, നിനക്കൊരു അവസരം തരാം. നീ നമ്മളെ 4 പേരെ നീ ഒരു 10 പേര് വിളിച്ചോണ്ട് വന്നാലും നമ്മളെ 4 പേര് അടിക്കും. മോഹന പിന്നല്ല അടിക്കൂലടാ നീ. സാറൊക്കെ എത്ര പേരെ വിളിച്ചോണ്ട് വന്നാലും ഞങ്ങൾ 4 പേര് ഇവിടെ അടിക്കുമല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ ബ്രോ, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ ആരും ഇല്ല ബ്രോ. എനിക്ക് വേണ്ടി ചോദിക്കാൻ വരാനൊന്നും ഇവിടെ ആരും ഇല്ല. ഇപ്പം ബ്രോയ്ക്ക് ഇപ്പൊ ഇല്ല കൊന്നു കളഞ്ഞാലും ചോദിക്കാൻ വരെ ആരും ഇല്ല ബ്രോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ബ്രോ ഇപ്പൊ ഈ സമയം കൊണ്ട് ഇപ്പൊ ഇവിടെ ആൾക്കാർ വരത്തില്ലേ? അങ്ങനെ കൊണ്ടായിരുന്നെങ്കിൽ ആരും വരില്ല. ഞങ്ങളത്തോടെ ആരും ഇല്ല ഇവിടെ സിറ്റിയില്. അതൊക്കെ നമ്മള് കൊറേ കേട്ട്. എന്താ ബ്രോ കേട്ടില്ല? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ല, ഈ സിറ്റിയില് ഞങ്ങള് കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും. അതെ അത് കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും. അതെ, ആദ്യമേ കഴിയും. പക്ഷെ കൂടുതൽ വർത്താനൊന്നും വേണ്ട. ശരക്കിനെ തോട്ടിക്കളയേ ബ്രോ. ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരവായിട്ട് പറഞ്ഞേ, വേറെ ഒന്നും പറഞ്ഞില്ല. ബ്ലാങ്ക് പോയിന്റിൽ നിക്കണം, ബ്ലാങ്ക് പോയിന്റ്. അതെ ഹലോ ബ്രോ, നമുക്ക് നേരത്തെ ആ പെയിന്റ് മുക്കിയ ആളെ തിരിച്ചുകൊണ്ട് തരണം. പെയിന്റ് മുക്കിയ ആളാ? ഇതെന്താ കൊരകരാണോ? അല്ല, എന്താ ലീഡറിനെ കണ്ട് നമുക്ക് കൊരങ്ങനായിട്ട് വന്നിട്ടുണ്ടോ? അല്ല സോമ, നിന്നെ സോമ അല്ലല്ല, ലീഡറിനെ അല്ല പറഞ്ഞത്. ഞാൻ ഈ ഇടത് നിൽക്കുന്ന റെഡ് തൊപ്പി. ഇല്ല ഞാൻ ഈ റെഡ് തൊപ്പിനെയാണ് പറഞ്ഞത് ബ്രോ. സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടിട്ടെ. പിന്നെ കൊരങ്ങനായിട്ട് തോന്നിയ കൊരങ്ങനല്ലേ പറയാൻ പറ്റുമോ ബ്രോ? അതിപ്പോ മാറ്റി പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞു ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. അത് ചോദിക്കുന്നില്ലല്ലോ ഒന്നും. എന്റെ ബ്ലൈൻഡ് സ്പോട്ടിലാ കേട്ടല്ലോ. ബ്ലൈൻഡ് സ്പോട്ടാ? ഒരു കണ്ണ് അടച്ചാ ഞാൻ വീഡിയോ വെക്കാറുള്ളത്. ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇടയ്ക്ക് ലീഡറിനെ അണ്ണാന്ന് വിളിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോ മാറ്റി വിളിക്കുന്നത്, അതൊക്കെ എന്താണ്? ചോദിച്ചൂടെ ബ്രോ? അറിയാത്ത കാര്യമല്ലേ ചോദിക്കുന്നത്? നിങ്ങളടുത്ത് അല്ല ചോദിച്ചാണ്. എന്താണ് ബ്രോ വായിക്കേറിടത്തേക്ക് ഇരുന്ന് ഓരി ഇടല്ലേ ബ്രോ? വായിക്കേറി ഇരുന്ന് ഓരി ഇടല്ലേ? എന്താണെന്ന് ചോദിക്കണേ. എനിക്ക് ഈ കൊരങ്ങന്റെ ഭാഷ അറിഞ്ഞൂടാ. നിങ്ങളൊരു കാര്യം ഞാൻ പറയട്ടെ ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് നാണം ഉണ്ടാവും ബ്രോ? ഈ 4 പേര് കൂടി ഒന്നൊന്ന്
സിറ്റിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളെ ഒന്ന് കൈവക്കി നിർത്തിയിട്ട് ഇങ്ങനത്തെ മാസം കാണിക്കാനായിട്ട് എനിക്ക് കുമ്മായക്കിന്റെ പേര് SRK. വരാൻ പറ പേര് ഇടാനോ? എവിടാന്ന് വെച്ചാ ഇവിടെ വരാൻ പറ. ഇവിടെ ഞാൻ ഇപ്പൊ എങ്ങനെ പറയണ്ട, എനിക്ക് നമ്പർ അറിഞ്ഞൂടാ, എന്റെ ഫോൺ നമ്പർ അറിഞ്ഞൂടാ. പേരെന്താ? SRK. അല്ല, ഞാൻ ഫോണിൽ നമ്പർ ഉണ്ടാകുന്ന നോക്കിക്കോട്ടെ. എല്ലാ പേജ് നമ്പർ കാണും. എല്ലാ പേജ് കാണും. ഞാൻ ഉണ്ട്, നമ്പർ ഉണ്ടോ ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. ഉണ്ടെങ്കിൽ ഇല്ല ഇതിനകത്ത് വേറെ ഉള്ളവരുടെ നമ്പരൊക്കെ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇത് TV ഫാമിലിയുള്ള ഒരു പയ്യന്റെ ഫോണാണ്. ഇതിൻ്റെ അകത്ത് ബാക്കി എല്ലാ TV മെമ്പേഴ്സിന്റെ നമ്പരും ഉണ്ട്, പക്ഷെ SRKയുടെ നമ്പർ ഇല്ല. ബ്രോ ഹലോ കേക്കാവോ? കേക്കാം. എല്ലാ പേജ് നമ്പർ ഇട്ടിട്ടുണ്ട്. 97 91. ഞാൻ ചാറ്റ് നോക്കുന്നില്ല, നിങ്ങൾ ടൈം ഔട്ടൊന്നും കൊടുക്കണ്ട, ഞാൻ ചാറ്റ് നോക്കുന്നില്ല. എന്തോ ബ്രോ പറഞ്ഞ കേട്ടില്ല. നമ്പർ ഇട്ടുണ്ട് 91 91 71 71 72 72 07. അവനോട് വരുമ്പോ തന്നെ എല്ലാവരും കണ്ണൈമയാണേ. പറയാം എല്ലാം പറഞ്ഞിടാം. വേറെ ആരും വരില്ല, ഓസ്റ്റിനെ കൊന്നോളെ. ഇല്ല അവൻ തന്നെ വരും. ഹലോ SRK. അണ്ണാ പറയണ്ണാ. SRK കേക്കാൻ പറഞ്ഞോണ്ണാ. എടാ ഇവിടെ അണ്ടിമുക്ക് മോഹനനും പിന്നെ കുറെ ഒരു മറ്റെന്ത് ദി ഗ്രേറ്റ് അടികൊള്ളീസ് എന്നും പറഞ്ഞിട്ടൊരു ടീം അന്ന് എന്നെ ഹോസ്റ്റേജ് ആയിക്കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് 1106-ല്. അപ്പൊ കുമ്മായ മോന്തയുള്ള ആ കുണ്ണേനെ ഒറ്റയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അണ്ണാ എവിടാ പോസ്റ്റൽ എത്ര? 1106 ഒറ്റയ്ക്ക് വരാനുള്ളതെന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് വരണല്ലേ? ഒറ്റയ്ക്ക് വരാനുള്ള പറഞ്ഞു. എന്നെ ഇവിടെ ഒരുത്തം എന്റെ വാഴാത്ത് കയറുന്ന എന്തിനൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഭയങ്കര പ്രശ്നം. ഡമ്മി ലീഡർ ഉണ്ട്. ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക, വെക്കുക, അത്ര തന്നെ. അല്ലാണ്ട് വിശേഷം ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ബാക്കി വിശേഷങ്ങളൊക്കെ ഇവിടെ വന്നിട്ട്. ശരി സോമണ്ണ. സുമണ്ണ മറ്റേ പാട്ട് പാട്ട് പാടാൻ അറിയോ? ഇല്ല അറിഞ്ഞൂടാ. പിന്നെ എന്താ പറയാ, ഡാൻസ് കളിക്കാൻ അറിയോ? ഡാൻസ് കളിക്കാൻ അറിയാം. ഹലോ പറഞ്ഞു. നമ്മുടെ ഇതില് ഊമ പാട്ട് കൊടുക്കും. അപ്പൊ അവന്റെ കൂട്ടത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഊമയുടെ കൂടെ ഞാൻ പാട്ട് പാടിയിരിക്കണം. അതിനുപോലും കഴിവില്ലെങ്കിൽ എന്തിനാണ് മനുഷ്യരെന്ന് പറഞ്ഞത്? ഇപ്പൊ നിങ്ങളൊക്കെ അങ്ങനെയാണ് കഴിവ് തെളിയിക്കുന്നത്. ഇവനോടെ പാട്ട് പാടിയിട്ട് കഴിവ് നോക്കുന്നത് ആണല്ലേ? അല്ലെ ഈ ലീഡറൊക്കെ ഇങ്ങനെ ഒരു ലീഡറിനെയൊക്കെ വെച്ച് നിർത്തുമ്പോ അല്ലല്ല ലീഡർ ഇങ്ങനെ നിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു ഇല്ല ഞാൻ കളിയൊക്കെയല്ല ബ്രോ, ഞാൻ കാര്യം പറഞ്ഞു. ശരി കൂടുതൽ സംസാരം വേണ്ട, പറയണം അങ്ങോട്ട് ചെയ്താ. ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, ഇതൊക്കെ നിങ്ങൾക്ക് നാണമില്ല? ഞാൻ ചോദിക്കട്ടെ, ഈ 4 പേർ കൂടി വന്നത് ഇങ്ങനെ കണ്ണൈവ് ചെയ്തിട്ട് വലിയ മാസം അടിക്കാൻ. അതല്ലല്ലോ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്, ഇപ്പഴല്ലേ സംസാരിക്കുന്നത്. ഇതൊക്കെ വിളിച്ചു വരത്തി, ഞാൻ പറഞ്ഞില്ല കൂട്ടുകാരെ വിളിച്ചു വരുത്തിക്കോളെ. ആര് വന്നാലും ഞങ്ങൾ അടിക്കും, ഞങ്ങളുടെ അത്രയും പവർ വായ്ത്താള പവറാണ്. ചിരി വേണ്ടേ? ഇല്ല എനിക്കിതൊന്നും കേട്ടിട്ട് മാസമായിട്ട് തോന്നില്ല, മനസ്സിലായില്ലേ? ഒരുമാതിരി കോമാളികൾ നിന്നൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നതിന് തോന്നുന്നു. നിങ്ങളെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും കൊള്ളില്ല, സത്യം പറഞ്ഞ ഒക്കത്തില്ല. എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല ബ്രോ, അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. അക്ഷരങ്ങൾ വെച്ച് ഗാനത്തിലൊരു സാധനം പാടിയാൽ മതി. ഇല്ല അത് അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല ബ്രോ, പാട്ട് പാടാൻ അറിയത്തില്ല. ഉമ്മക്ക് ഏത് പാട്ടാണ് ഇഷ്ടമെന്ന് എനിക്ക് എങ്ങനെ അറിയാം ബ്രോ? പറഞ്ഞ കേട്ടോ, എന്തിന് കേക്കുന്നില്ല? ബാക്കി പിള്ളേരെവിടെയാടാ?
അതേത് പാട്ട്? എടാ എല്ലാവരും എനിക്ക് ആ പാട്ട് അറിയത്തില്ല, ആ പാട്ട് എനിക്ക് അറിയത്തില്ല ബ്രോ, ആ പാട്ട് അറിയത്തില്ല. എടാ പൊട്ടമ്പലടി ഇവിടെ ഒരു ശരക്കിനെ കിട്ടിയിട്ടുണ്ട്, ഒരു ശരക്ക് 11:06 ഈ പട്ടിക്കഴിവറിന് എനിക്ക് തീർത്ത് വിടാൻ തോന്നുന്നു കേട്ടോ. ഇപ്പൊ വലിയ കോടാ. ഏതോ ഡിസൈഡ് വരെ അറിയില്ലോ. ഇല്ല ഇല്ല, അറിഞ്ഞൂടാ. സ്കൂളിൽ പോയിട്ടില്ല, ഒരു ഈണത്തിലങ്ങ് പറഞ്ഞു. സ്കൂളിൽ പോയിട്ടില്ല, അറിയത്തില്ല എനിക്ക്. 1 തൊട്ട് 10 വരെ അറിയാലോ. ഇല്ല, അറിഞ്ഞൂടാ. അല്ല സോമണ്ണൻ പറയും സരക്ക് ചെയ്യുന്നത്. സോമണ്ണൻ പറയുന്നത് എനിക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ ചെയ്യാൻ പറ്റൂലല്ലോ ബ്രോ. എന്റെ അറിയാത്തതും ചെയ്യണം. എന്നാ സോമണ്ണ പറഞ്ഞേ എന്നാ ഞാൻ അതേപോലെ ചെയ്യാം. ഡാർലിംഗ് 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 അതാണോ നിനക്ക് കേൾക്കേണ്ട പാട്ട്? ബി സി സി ഡി ഡി ഇ ഇ എഫ് എഫ് ജി ജി. അത്ര പഠിച്ചല്ലേ? തിരിച്ചു പറഞ്ഞേ. എനിക്കത് ഓർമ്മയില്ല. അടിച്ചിടുവേ. അല്ല കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. ഇല്ല അതെനിക്ക് ഓർമ്മയില്ല, ഞാൻ അത് കൂടെ പറയല്ലേ ചെയ്തത്. തലച്ചോറിലെ ഇല്ല തലച്ചോറില്ല. അക്ഷരമാല 1 2 2 3 3 4 4 5 5. ഇനി തിരിച്ചു പറ. പോടാ. അല്ല തിരിച്ചു വരാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. തിരിച്ച് ഞാൻ അതുപോലെ തന്നെ പറയാനാ പറഞ്ഞേ. ഓ അങ്ങനെ പറഞ്ഞു. ഡാർലിംഗ് ഡാർലിംഗ് പാട്ട് പാടി. എനിക്ക് ആ പാട്ട് അറിഞ്ഞൂടാ, എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. ഡാർലിംഗ് 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 അങ്ങനെ പറഞ്ഞോണ്ടിരുന്നായി. ഡാർലിംഗ് ഡാർലിംഗ് ഈണത്തിൽ പറഞ്ഞായി. ഈണത്തില് ഡാർലിംഗ് ഞാൻ പറയണവരെ പറഞ്ഞോണ്ടിരിക്കും. നമ്മൾ പാടും, നമ്മൾ ആ പാട്ട് പാടും, അത് അതേപോലെ ഒന്ന് പാടണം. ഡാർലിംഗ് ഡാർലിംഗ് നീ എനിക്കൊരു ലവിങ് സ്റ്റാർ, ഇണങ്ങും പിണങ്ങും കിലുക്കമിട്ടി എന്റെ ഇരിക്ക് കിട്ടി. ബ്രോ ഈ പാട്ട് പാടുമ്പോ ഈ ബ്രോയ്ക്ക് സുഖം വരുമോ ഇപ്പുറത്തേക്ക് ബ്രോയ്ക്ക്? അപ്പൊ ഇനി ഇതുപോലെ പ്രോഗ്രാം പാടി, ഇനി ഇതുപോലെ ഡാർലിംഗ് നീ എനിക്കൊരു ലവിങ് സ്റ്റാർ. അത് ഈണത്തിൽ പാടി. എനിക്ക് ഇങ്ങനെ അറിയാം ബ്രോ, പാടാൻ ഇങ്ങനെ അറിയാം, ഈണത്തിൽ പാടാൻ അറിയാം. പിന്നെ ഇവിടെ കിടക്കും പിടിച്ച് വലിക്കുക. ഇപ്പൊ ഈണം വരുവേ. ഓ എന്നാ നീ ഒന്ന് വലിച്ചു നോക്ക്. അല്ല ബ്രോ നമ്മളിവിടെ ഓക്കെയാണ് ബ്രോ. ആ കുമ്മായം മുഖ്യ ബ്രോ ഇത് പിന്നെ ഒരു മര്യാദ ഇല്ലേ ബ്രോ? എന്തൊക്കെയാണ് പറയുന്നത്? ഒരു മര്യാദക്കൊക്കെ സംസാരിക്കണ്ടേ? മര്യാദക്ക് നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെയൊക്കെയാണോ ബ്രോ പറയുന്നത്? ഒരു മര്യാദയൊക്കെ ഇല്ലേ ബ്രോ? ഒരു മര്യാദ ഞങ്ങൾക്കില്ല. അത് മനസ്സിലായി. മെയിനാണ്. എനിക്ക് തോന്നുന്നില്ല ബ്രോ കണ്ടിട്ട് ബ്രോ മെയിനാണെന്ന്. ഈ കാണുന്ന കടലുണ്ടല്ലോ, ആ കടലിൽ കിടക്കുന്ന വെള്ളമൊക്കെ എന്റെ സ്വന്തം ആണല്ലേ? അതിന്നൊരു ഇറ്റ് കുടിക്കണമെങ്കിൽ, സരക്ക് കുടിക്കണമെങ്കിൽ എന്നോട് പെർമിഷൻ. ഞാൻ കടലിൽ നിന്ന് വെള്ളം കുടിക്കാറില്ല നിന്നെ പോലെ. ഞാൻ അല്ലാതെ ഉപ്പുവെള്ളമല്ലേ കുടിച്ച് കിടക്കുന്നത്. കുപ്പിവെള്ളം കുടിക്കാൻ. കുപ്പിവെള്ളം പിന്നെ എവിടെ തന്നെ? കടലിൽ നിന്ന് നിന്റെ അവിടെ. എന്റെ അവിടെ അങ്ങനെ ഉപ്പുവെള്ളം അവിടെ നിന്നല്ല എടുക്കുന്നത് കുപ്പിവെള്ളം. കൂട്ടുകാരൻ സാർക്കെ ഉമ്മായ വേണം. ബ്രോക്ക് എന്താ ഭയങ്കര ശരിയാണല്ലേ ബ്രോ? മറ്റേ മാസ്ക് ഇട്ട ബ്രോ ഭയങ്കര ശരിയാണല്ലേ? ചിരി വന്നാ ഇപ്പൊ എന്നെ ഇവിടെ സരക്കിനെ കണ്ടിട്ടായിരിക്കും ചിരിക്കണേ. അതെ അതെ അതെ. കൂട്ടുകാരനോട് നിക്കറിയിരിക്കണോ? എന്റെ കൊണയൊക്കെ എന്ത്? കുമ്മായമൊക്കെ വേണമേ. ഞാൻ അടിച്ചിവിടെ നിരത്തിടും. ചെയ് പൊട്ടറാണോ നീ? നിനക്ക് ഇവരെ അറിയോ? ശരക്കിനെ അറിയോ? അഫ്ക്ക് നിക്കല്ലേ, അടിക്കുവേ. 1 മണി അടിച്ച് ഞാൻ പൊട്ടിക്കുവേ. മണി ഞാൻ അടിച്ച് പൊട്ടിക്കുവേ. നിങ്ങൾ എന്താ പറയുന്നത്? മനസ്സിലാവുന്നില്ല.
അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ വേണ്ട അതൊന്ന് പറയാ. നിങ്ങൾ ഈ വന്ന കാർ ആൾക്കാരെ വേണം, പുതിയ വണ്ടിയുടെ പെയിന്റ് പോയി, ഇതുപോലത്തെ പുതിയ വണ്ടി വേണം. സാറൊക്കെ പൈസ ഉണ്ടെന്ന് മേടിച്ചു വിടറാ. എന്റെ പൈസ ഒന്നും ഇല്ല, ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല ഈ കാർ മേടിച്ചു. സാറൊക്കെയാണെങ്കിൽ ഏത് സിറ്റിയിലെ മെയിൻ ആയിട്ടാ, പക്ഷെ കാർ വാങ്ങാൻ പൈസ ഇല്ല, ഒന്ന് മേടിച്ചു കൊടുക്കണേ. സ്വന്തം കാശിന് വണ്ടി മേടിച്ച് ശീലമില്ല ഞങ്ങക്ക്. എന്റെ പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യണം? തന്തേലും വേണം ആദ്യം. ഹലോ ഹലോ, നീ ഇവിടെ പൈസ വന്നില്ലെങ്കിൽ നിന്റെ ഫ്രണ്ട് ഇട്ട് നിങ്ങക്ക് എത്ര വേണ്ടെന്ന നിങ്ങക്ക്? 30 കോടി. ഇതിന്റെ അണ്ണനാന്നല്ലേ നീ പറഞ്ഞത്? 30 കോടി നിന്റെ അണ്ണനെ കൊടുക്കാനില്ലെങ്കിൽ നീ അങ്ങ് ചത്തേരെ, ജീവിക്കണ്ട ഇങ്ങനെ. ചത്തോടാ, ചത്തോ. ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് കാണത്തുള്ളൂ. നീക്ക് ചത്തോ, അതാണ് നല്ലത്. 30 അവന്റെ 30 കോടിയൊന്നും ഇല്ല ബ്രോ. എന്താണ് നിങ്ങൾ പറയുന്നത്? അവന്റെ 30 കോടിയൊന്നും ഇല്ല. നീ ഏതാ ഗ്യാങ് ഏതാ? കേക്കാവോ? ഹലോ, കേക്കാം. 30 കോടിയാ? 30 കോടി. കുറച്ച് സാവകാശം തരണം ബ്രോ. ഒരു കാര്യം ചെയ്യും, ഞാനൊരു ഐഡിയ പറയാം ബ്രോ. ഇവനെ ഇവിടെ പിടിച്ചിരുത്തിയിട്ടോ, ഞാൻ പോയി പൈസ ഒപ്പിച്ചിട്ട് വരാം. ബ്രോ ഇവ ഇവിടെ ഇരിക്കല്ലേ? അല്ല, നമ്മളെ കണ്ട് മണ്ടന്മാരായിട്ട് പോകുന്നുണ്ടോ? അത് തോന്നുന്നുണ്ട്. സോമണ്ണ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ സോമണ്ണ ബ്രോ പറയുമ്പോ മാത്രമേ സംസാരിക്കത്തുള്ളൂ? കീ കൊടുക്കുന്ന പാവയാണ്. ഞാൻ ചോദിച്ചതല്ലേ ഉള്ളു ബ്രോ, ഞാൻ റോങ്ങായിട്ട്. ശരി. കമാന്നൊരു അക്ഷരം വായിന്നുവെങ്കിൽ ഞാനീ പറയണം. ശരി ബ്രോ. ഞങ്ങക്ക് 30 CR എപ്പ കിട്ടും? 30 CR ഇപ്പൊ 30 CR ഇപ്പൊ തരാം. എന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പോയിട്ട് പൊട്ടനെന്ന് പറഞ്ഞപ്പോ 3 പേര് പോട്. കമാന്നൊരു അക്ഷരം വേണ്ടേ ഞാൻ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ കമാന്ന് പറഞ്ഞില്ലല്ലേ? തിരിച്ചാണ് മിണ്ടില്ല. എന്തൊക്കെ തരം എനിക്കൊക്കെ അറിയാം. നീ പിടിച്ച വള്ളി ഓർമ്മയില്ല. എന്ത് സംഭവം? എനിക്കറിഞ്ഞൂടാ ഏതൊക്കെ വള്ളികൾ വന്നു എന്ന് വഴി കയറുന്നു. അതാ അടുത്ത ഓടി വരും. ഇതൊക്കെ ആര്? ഹലോ, ഇതെന്താണ് സരക്കണ്ണ ഇത്? അല്ല, ഞങ്ങള് ഇടയ്ക്ക് സിഗരറ്റ് വലിക്കാൻ പറഞ്ഞ സ്ഥലം വരുന്നത്. ഞങ്ങള് ചില്ലടിക്കാനും സിഗരറ്റ് വലിക്കാനും പറഞ്ഞ സ്ഥലം വരുന്നത്. എന്ത് പറ്റി? കൈയൊക്കെ നോക്കിക്കണേ. ഞാൻ പറയാം. പടമുണ്ടാച്ചികളുടെ എന്റെ പേരോ? എന്റെ പേരോ സാർ? അതെ. ബ്രോയുടെ പേരോ? എന്റെ പേര് പൂക്കാച്ചി. പൂക്കാച്ചിയോ? അതെ. ഈ ബ്രോ പറയുന്നൊന്നും കേൾക്കുന്നില്ല, വാ മാത്രമാണ്. ഒന്നും പറയുന്നില്ല. നിങ്ങക്ക് വേണ്ടുന്ന എന്താ? പൈസയാണോ? എന്താണ് വേണ്ടത്? 30 കോടി രൂപ വേണോന്ന്. 30 കോടി രൂപ വേണോന്ന് പറഞ്ഞില്ല. എനിക്കിപ്പോ തോന്നുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി വേണം. ബ്രോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പറ. പൈസയല്ലേ വേണ്ടത്? നിങ്ങൾ ഇവിടെ നിന്ന് നമ്മളെ തോക്ക് ചൂണ്ടിക്കൊണ്ടിരുന്ന പൈസ വരുമോ? ഞാൻ അതാണ് ചോദിക്കുന്നത്. എണീക്കാനെന്ന് സാർക്ക് എണീക്കാൻ. നിങ്ങൾ രണ്ടുപേരും തീർക്കാനുള്ളത്. ഓ ശരി ബ്രോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ കൊന്നാൽ മതി, നിങ്ങൾ കൊല്ലും. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അത് പറ. 30 കോടിയാണ് ആവശ്യമുള്ളതെങ്കിൽ അത് ഒപ്പിച്ചോണ്ട് വരാനായിട്ടൊരു സമയം വേണ്ടേ? അത് നിങ്ങൾ അല്ലാതെ പൈസ എടുക്കല്ലേ. എടാ സരക്കേ, നിന്നെ തൊട്ട് ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? എന്നെ ചോദിക്കാൻ പറയാൻ ആരും ഇല്ല. അതിലുള്ള ഈ മണ്ടനേ ഉള്ളൂ, ഇവനേ ഉള്ളൂ, ഈ SRK ഉള്ളൂ. എനിക്ക് ഇവിടെ വേറെ കൂട്ടൊന്നും ഇല്ല. നിങ്ങൾ ഇപ്പോഴേ ഇത്രയും 4 ആളുടെ ബലത്തില് നിങ്ങൾ ഇതൊക്കെ ധൈര്യം അടിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? പിന്നെ നമ്മളെന്തിനാണ് ജീവിച്ചിരിക്കുന്നത്?
പറഞ്ഞ നമുക്ക് വിഷമായില്ലടാ. അണ്ണന്റെ രോമത്തിൽ നമ്മളെ മുമ്പിൽ വീണത്തല്ലേ അണ്ണ അണ്ണന്റെ രോമത്തി ആയിരിക്കും തൊട്ട് വേണ്ട. അതാ എന്നെ ഇവനെ അടിച്ചിട്ടാണ് ഒരാള് തുറന്നോക്കി. സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ, അടിപൊളി സൂപ്പർ ആയിട്ടാ ഏട്ടാ, ഒരുപാട് ബുദ്ധിമുട്ടില്ലടാ. ബുദ്ധിമുട്ടി. സൂപ്പർ 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 വണ്ടർഫുൾ. കിടിലടാ കിടില, സന്തോഷായി സന്തോഷമായിടാ. മനസ്സിലായില്ലല്ലേ നമ്മളെ? മനസ്സിലായില്ലല്ലോ മനസ്സിലായേ ഇല്ല. അതൊക്കെ ഓക്കെ അതൊക്കെ ഓക്കെ എടാ മോരെ. നീ എന്റെ അണ്ടിക്കറി ഒരുപാടൊക്കെ വലിച്ചല്ലേ കേറി. തിരക്കേണ്ട ഉമ്മ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാകുക ഇതാവണ്ട. ബേബി നാച്ചുറൽ അല്ലായിരുന്നു. ബേബി നാച്ചുറൽ ആയിരുന്നു. കുറച്ചുകൂടി ആയിരുന്നെങ്കിൽ ഞാൻ മനസ്സിലായില്ലേ, അടിച്ചിട്ട് കിട്ടുന്ന വഴിക്ക് അടിച്ചിട്ട് മനസ്സിലായി ബാനങ്ങ് മേടിച്ചു പോവാന്ന് വിചാരിച്ചേന്. ആ ലെവലിലെത്തി. അങ്ങ് വല്ലാത്ത ചോറ് കിട്ടിയ അവസരത്തിലേ അങ്ങ് ഊമ്പിക്കാൻ നോക്കിയാണ് അങ്ങ് കേട്ടാ. ബോബയുടെ ശബ്ദം കൊള്ളാം. എടാ ബോബ നീ ഒരു കാര്യം ചെയ്തു, നീ ഇനി ആ ശബ്ദം വെച്ചൊക്കെ നടത്താം. അതാണ് നല്ലത്. മറ്റേ പണ്ട് മറ്റേ അനന്തരില്ലടാ, അനന്തരെ പോലെ നീ പുതിയൊരു ക്യാരക്ടറും വെച്ചങ്ങ് നടാ ഇതേപോലെ. അതാകുമ്പോഴത്തേക്ക് സെറ്റ് ആയിരിക്കും. അണ്ണൻ വരുമ്പോ നമ്മള് ഇങ്ങനെ ശരി വലിയ പ്രശ്നമാണ് കേട്ടാ കണ്ണാപ്പി. നാളെ ഇത് പ്രശ്നമാണ്. നീയൊക്കെ TJ എന്നും പറഞ്ഞ മറ്റേ അത് പ്രശ്നമാവും കേട്ടാ. എനിക്കെതിരെ പങ്കൊന്നുമില്ല കേട്ടാ. നിങ്ങളെ പാടായി. നാളെ നീ അടി കൊള്ളാം. പ്രശ്നമായി നമ്മള് പ്രശ്നം ഉണ്ടാക്കും. ബേബിനെ ആൾക്കാരും ഉണ്ട് കക്കൂസ്. ഇതിപ്പോ സംഭവിക്കാൻ പോണെന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഇതിപ്പോ അവിടെ ഒരു ആനയുണ്ട്, അതിന് 5-ാം കാലില്ല. അപ്പൊ എന്നെ 5-ാം കാലായിട്ട് നിർത്തും കുറച്ച് നാളെ സംഭവിക്കാൻ പോണെ. അപ്പൊ ഞാൻ ഇങ്ങനെ വേഷം കെട്ടി 5-ാം കാലിന്റെ വേഷം കെട്ടി. എന്തൊക്കെയാടാ പറയുന്നത്, അത് കൊമ്പനാണ് ഇല്ലാത്തത്. എന്തൊക്കെയാടാ പറയുന്നത് ഞെക്കിരുന്ന്.